ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇത് നമ്മുടെ ഈ സമൂഹത്തിന്, ഇവിടെ സ്ത്രീകൾ എന്ന് പറയുന്നത് സിനിമാ മേഖലയിൽ മാത്രമല്ല, സ്ത്രീകൾ മുഴുവനെ, കേരളത്തിലുള്ള മുഴുവൻ സ്ത്രീകൾക്ക് മാത്രമല്ല പീഡനം ഉണ്ടാകുന്നത്, പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ പലതരത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിനകത്തിപ്പോൾ നമ്മൾ ശരിക്കും ഈ സിനിമാ നടികളെ കാണുന്നത് ഒരു സാധാരണ സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി വളർന്നു വരുന്ന, അവരൊക്കെ വളരെ വലിയ സംഭവം പോലെ കാണുന്നത്. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ അവർ ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അവർ പലരും മാതൃകയാക്കുന്നു, അവരുടെ സ്റ്റൈലും ഫാഷനും സ്വഭാവവും ഒക്കെ പകർത്തുന്നു. ആണുങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇവിടെയുള്ള പല ആളുകൾക്കും വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള നടന്മാരാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഇതിനകത്ത് ടോട്ടലി ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതെന്ത് മെസ്സേജായി ഇങ്ങനെയുള്ള ഈ സാധാരണക്കാർക്ക് കിട്ടിയേക്കുന്നത്? എന്താണ് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് കാര്യം പിടികിടുന്നുണ്ടോ? ഇതുപോലുള്ള മേഖലകളിൽ നല്ല പൈസയുണ്ട്, അല്ലെങ്കിൽ ഫേമസ് ആണ്, പലരും ആരാധിക്കുന്നവരാണ് ഇവരൊക്കെ. അതിലെ സ്ത്രീകളുടെ പക്ഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. ആരെയും പേരും പരാതിയും കോടതിയും കേസും ഒന്നും നടന്നിട്ടില്ല. ഈ കമ്മീഷൻ രൂപീകരിച്ച് ഇതുപോലെ ഭയങ്കരമായ അന്വേഷണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തി ഒരുപാട് പൈസ ചിലവാക്കി, എന്നിട്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് മീഡിയകളിൽ ഇരുന്ന് ചർച്ച ചെയ്യാനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ആക്കി കൂട്ടാനും ഒക്കെ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു പരാജയമാണ്. ആരുടെ പരാജയമാണ്? ആരുടെയാണ് ആ പരാജയം? ഇതിനകത്ത് പരാജയപ്പെടുന്നത് ഈ ജനങ്ങൾ തന്നെയാണ് ശരിക്കും. പക്ഷേ നമ്മളായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സംവിധാനമുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വേണ്ട, ഇതുപോലുള്ള ആളുകൾ പീഡിപ്പിക്കപ്പെട്ടവരെന്നോ ചൂഷണം ചെയ്യപ്പെട്ടവരെന്നോ ഒക്കെ പറയുന്നവർ എവിടെ ചെന്ന് പറഞ്ഞാലും പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതിപ്പോൾ ഒരു കഥ പോലെ ആരൊക്കെ ഇനി മീറ്റു നടത്തി, അതുപോലെ അങ്ങ് പോവും. അതാണിപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ടുള്ള ഇവിടുത്തെ ചർച്ചകൾ മാത്രമേ നടക്കുന്നുള്ളൂ, അല്ലാതെ ആക്ഷൻസ് ഒന്നുമില്ല. ഇവർക്കൊക്കെ എതിരെ ആരാണെന്ന് അറിയില്ല. ഇത് പരാതി കൊടുത്തവരാരാണെന്ന് അറിയത്തില്ല, അത് കൊടുക്കണ്ട, അറിയണ്ട. പക്ഷെ ഇവർ കുറേ പേരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഗുരുതരമായ ആരോപണങ്ങൾ കുട്ടികൾക്ക് നേരെ പോലും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ആരാണ് നടപടി എടുക്കേണ്ടത്? ഇതെല്ലാം ഈ പറഞ്ഞവർ വന്ന് കംപ്ലൈന്റ് കൊടുത്താലേ പറ്റത്തുള്ളൂ, കോടതി പറഞ്ഞാലേ പറ്റത്തുള്ളൂ, ഗവൺമെന്റ് പറഞ്ഞാലേ പറ്റത്തുള്ളൂ, കോടതി ഇതൊന്നും അല്ലാത്ത പോലീസ്. ഇവിടെ എന്ത് ഉത്തരവാദിത്തം? ഈ ഉത്തരവാദിത്തപ്പെട്ട അധികാര പദവികളിൽ ഇരിക്കുന്നവരുടെ ഉത്തരവാദിത്തത്തെ പറ്റിയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഇതിപ്പോൾ ആണുങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്, പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, കുട്ടികൾ, മൃഗങ്ങൾ പിന്നെ പറയണ്ട, പട്ടിയൊക്കെ ഓടിച്ചിട്ട് തല്ലിക്കൊല്ലുക. അപ്പൊ ഇവിടെ അനീതി നടന്നിരിക്കുന്നു. ഈ അനീതി എന്ന് പറയുന്നത് നടന്നിട്ട് ഈ പറഞ്ഞ ഇത് തന്നെ നോക്കാൻ ഏർപ്പാടാക്കിയിട്ടുള്ള ഈ AI ക്യാമറയുണ്ട്, ഹെൽമെറ്റ് പിടിക്കുന്നുണ്ട്, സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു ടാക്സോ ഇൻഷുറൻസോ ഒന്ന് തെറ്റിപ്പോയി ഒരു 1-2 ദിവസം കഴിഞ്ഞാൽ പുക പരിശോധിച്ചിട്ട് എന്തെല്ലാം ഉണ്ട്, എന്തൊക്കെ ശിക്ഷകൾ, എന്തെല്ലാം ഫൈനുകൾ. അതൊക്കെ ആരെങ്കിലും പരാതി കൊടുത്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലല്ലോ. അതേപോലെ തന്നെയുള്ള ലംഘനങ്ങൾ, നിയമലംഘനങ്ങളല്ലേ ഇതെല്ലാം. അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് അതിനൊന്നും ഒരു പ്രത്യേക നടപടിയില്ല. ഇപ്പൊ ഞാൻ എന്തോ പറഞ്ഞു, എന്റെ വാക്കുകൾ ശരിയായില്ല എന്ന് മാത്രമേ ഉള്ളൂ കേസ്. പക്ഷേ അവിടെയും ഒരു പ്രൊപ്പഗണ്ട വർക്ക് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ആർമി അവമാനിച്ചു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുക, ഈ പറഞ്ഞ പോലെ തെറി വിളിച്ചു എന്ന് പറയുക. ആരെയും തെറി വിളിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പട്ടാളത്തെ ഞാൻ അവമാനിക്കത്തേ ഇല്ല. അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് ഈ പൊതുജനത്തിനെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഇതുപോലെ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കേസിൽ കൊടുക്കാനും വായടപ്പിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ അതൊക്കെ നല്ല രസമായിട്ട് നടത്തിയിട്ടുണ്ട്. ഇതേ സിസ്റ്റത്തിൽ തന്നെ ഇത് നടക്കുന്നേ. വിളിച്ചു പറഞ്ഞാൽ നമുക്ക് പ്രശ്നം. പക്ഷേ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായി? ഇത് എന്താണ് ഇവിടുത്തെ കുട്ടികൾ കണ്ടുപിടിക്കേണ്ടത്? അല്ലെ ഇവിടുത്തെ പീഡിപ്പിക്കപ്പെട്ടവരും ഇതൊക്കെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള, അല്ലെ സ്വന്തം എന്താ പറയണേ, ജീവിതമൊക്കെ നല്ലപോലെ സെറ്റിൽ ആയിട്ടുള്ള പലരെയാണ് നമ്മൾ കാണുന്നത്. അല്ല വേണ്ട, ഫെമിനിസ്റ്റ് എവിടെ? ഇത്രയും ഫെമിനിസ്റ്റുകളുണ്ട്, സ്ത്രീകൾക്ക് വേണ്ടി ശക്തമായി സംസാരിക്കുന്നു, പോരാടുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, സ്ത്രീ ശാക്തീകരണ സംഘടനകൾ പലരും ഉണ്ട്. ഇതിലൊക്കെ ഇടപെട്ടേക്കുന്നവരും അത്ര ചില്ലറക്കാരൊന്നും അല്ല. പക്ഷെ എന്നിട്ടും ഇതാണ് ഇതിന്റെ അവസ്ഥയെങ്കിൽ ചുമ്മാ ഇങ്ങനെ വിളിച്ചു പോയി ആരൊക്കെയാണെന്ന് പറയുന്നു. ആ ബിഗ് ബോസിനകത്ത് എന്തോ ആരാര് പറഞ്ഞ പോലെ ഉണ്ട്. ഇത് ആരാര് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ചാൽ അതത്ര സീരിയസ് അല്ല. ഇത് TV-യിൽ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി എന്ന് വേണം പറയാൻ, അല്ല സിനിമ ഇൻഡസ്ട്രി മാത്രമല്ല, ടോട്ടലി എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി എടുത്ത് നോക്ക് നിങ്ങൾ. എന്തൊക്കെയാണ് എന്റർടൈൻമെന്റ്? അതിനകത്ത് ഈ TV വരുന്നുണ്ട്, ഫാഷൻ ഷോ വരുന്നുണ്ട്, ആ മോഡലിങ്, അഡ്വർടൈസ്മെന്റ്, സിനിമ, പിന്നെ സംഗീതവും മറ്റു പരിപാടികളും, അങ്ങനെ ഡാൻസ്, ഇതെല്ലാം എന്റർടൈൻമെന്റിൽ പെടുന്ന സാധനങ്ങളല്ലേ.
ഇവിടെ എല്ലാം ഉണ്ട്. അവിടെ നിന്ന് മാറി പിന്നെ മറ്റു സ്ഥാപനങ്ങളിലെത്തി അവിടെയും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഇവരാരോട് എന്ന് പറയണം? ഇനി അഥവാ ഒരു കൊച്ചുകുട്ടി ഇത് കണ്ടു വളരുന്ന ഒരു കുട്ടി ഈ സമൂഹത്തിൽ വളർന്നു വരുന്നവർ കാണുന്ന എന്താണ്, പഠിക്കേണ്ടത് എന്താണ്, എവിടെ ചെന്ന് പറയണം? അത് പറ. എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കിയും തെറിവിളിക്കുകയൊക്കെ ചെയ്ത് നടപ്പുണ്ട് ഇവിടെ. ഇപ്പോൾ ഞാനെന്തെങ്കിലും പറഞ്ഞപ്പോൾ എന്നെ തെറിവിളിക്കുന്നവരെല്ലാം ഇതേപോലെ ഏരിയകളൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ സിസ്റ്റത്തിനകത്ത് നിരന്തരം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവനും തിരിച്ചറിവില്ലാത്തത് കൊണ്ട് കാര്യം പറയുന്ന ഒരാളെ തെറി വിളിച്ചിട്ടെങ്കിലും സമാധാനം കണ്ടെത്തുന്ന ചില ഫ്രസ്ട്രേഷൻ മാറ്റുന്ന പരിപാടികളെ ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതൊക്കെ എനിക്ക് നേരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇനി ഈ ആണുങ്ങളുടെ ഭാഗത്തോട്ട് എടുക്കാം. ഈ ആണുങ്ങൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പല പ്രമുഖർ എന്ന് വേണം പറയാൻ, അതിൽ നിന്ന് എന്താണ് ഈ ഇവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരും പഠിക്കുന്നത്? ഇവിടെ സ്ത്രീകളെ കണ്ടിട്ട് ഇപ്പോൾ ഈ അവസ്ഥയിലെ സ്ത്രീകളെ കണ്ടിട്ട് ഇവിടെ പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുള്ളതായിട്ട് തോന്നുന്നില്ല. പക്ഷേ പുരുഷന്മാർ പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ അവർക്കൊരു മകളുണ്ടാവാം, സഹോദരി ഉണ്ടാവാം, അല്ലേ? അപ്പൊ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ആരും ഇത് കണ്ടിട്ട് മനസ്സിലാകാത്ത പോലെ ഇത് ഒരു 13 പേരെന്ന് എന്തോ ഒരു എണ്ണം കൊടുക്കുമ്പോൾ ആ എണ്ണത്തിൽ നിൽക്കുകയാണ്. എന്താണ് ഈ 13, 15? പിന്നെ അതിനകത്ത് എണ്ണമൊക്കെ എടുത്താൽ നമുക്ക് വേണേൽ 13 പേര്, ആദ്യം 25 പേരുടെ ലിസ്റ്റ് എടുക്കാം. അതിനകത്ത് നമുക്ക് കട്ട് ചെയ്ത് ഏറ്റവും പവർ വെച്ചിട്ട് ഇത് ആരാണ് ഈ പവർഫുൾ? നിങ്ങളൊന്ന് നോക്ക്, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരെ എടുത്ത് നോക്ക്. അതിൽ നിങ്ങൾക്ക് സംശയമുള്ളവർ ആരാന്ന് നോക്ക്. അപ്പൊ എന്താണ് നിങ്ങൾ കാണുന്നത്? ആരെയൊക്കെയാണ് കാണുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ഓരോ ഇവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായപ്പോൾ എന്താണ് നിങ്ങൾ കണ്ടത്? എന്താണ് നിങ്ങൾ പഠിച്ചത്? എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇനിയും സംഭവിക്കുമോ? ഇത് അടുത്ത മഴ വരുന്നുണ്ട്. ആ മഴയ്ക്ക് മുമ്പ് ഈ പറഞ്ഞ പോലത്തെ പല പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ മാറി താമസിക്കും. സ്വയം മാറി താമസിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. പിന്നെ ഇവരൊക്കെ പറയുന്നുണ്ട് ആ ഒരു ഇഷ്യൂ നടന്നപ്പോൾ എന്താ പറഞ്ഞേ, ഈ കഥയുണ്ടല്ലോ, ഈ ഹേമ കമ്മീഷൻ അല്ലെ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്നു എന്ന് പറയത്തില്ലേ? ഇതിന് മുമ്പ് ഒരു മാസം മുന്നേ തുടങ്ങിയ പണിയുടെ ഭാഗമായിട്ടാണ് പല നടന്മാരും ഈ പറഞ്ഞതുപോലെ ഈ ലാൻഡ് സ്ലൈഡിനകത്ത് ഇടപെട്ട രീതികൾ, ഒരു ഭയങ്കരമായ നന്മ പ്രവർത്തികൾ, ഇങ്ങനെയുള്ള സ്ഥലത്ത് കയറി ഇറങ്ങി എന്തോ മഹത്തായ മനുഷ്യത്വമുള്ളവരെ പോലെയൊക്കെ കാണിച്ചു കൂട്ടിയ അഭ്യാസങ്ങൾ ശ്രദ്ധിച്ചോ? അന്ന് ഇതാരും സംസാരിച്ചിട്ടില്ല. ഞാൻ ഇന്നേവരെ അങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. പബ്ലിസിറ്റി എന്ന് പറയുന്നത് ഒരു ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. പക്ഷേ ഇതേ ആളുകൾ അപ്പുറത്ത് നിന്ന് കൂടുതൽ പേരും ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടാകും. അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് പബ്ലിസിറ്റിയാണ് ഈ പറഞ്ഞ നടന്മാർക്ക് ആവശ്യമെന്ന് ഇപ്പം മനസ്സിലായോ എന്താണെന്ന്? ഇത് വരുന്നെന്നുള്ളത് നമ്മൾ മാത്രമേ ഉള്ളൂ അറിയാത്തതോ? അല്ല, എല്ലാവർക്കും അറിയാവുന്നത്. പക്ഷെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ എറിയുന്ന ചില എറികളുണ്ട്. അതിലൊന്നായിരുന്നു അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്തുകൊണ്ടാണ് എല്ലാവരും അവരെന്തിനാ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനിങ്ങനെ ആലോചിച്ചെന്നേ. അതിന്റെ ആവശ്യമില്ലല്ലോ, ഇതെവിടെ ചെന്നാലും മതിയല്ലോ, പിന്നെ എന്തിനാണ് എന്നിങ്ങനെ അറിയാതെ അവർ ചോദിക്കുമോ പലയിടത്തും? ഇതിനാണ് മനസ്സിലായി. പിന്നെ അതിനു മുമ്പ് ഈ കേസ് പ്രശ്നങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇളക്കി കുത്തി സകലരുടെയും വായടപ്പിക്കാനും പേടിപ്പിക്കാനും ശ്രമിച്ചപ്പോൾ ആർക്കും മനസ്സിലായില്ല ഇതെന്താണ്. അതിന്റെ അടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ദേ കിടക്കുന്നു. ഇതിനായിരുന്നു മനസ്സിലായി. ഇത് കുറെ പേർക്ക് ഇതേപോലത്തെ സാധനങ്ങളൊക്കെ കിട്ടിക്കാണും. നമുക്കറിയത്തില്ല ആർക്കൊക്കെ നേരെ എന്തെല്ലാം കംപ്ലൈന്റാ പോയേക്കുന്നത്. ഇതിനൊക്കെ ഇത്രയ്ക്ക് പോലീസ് സഹകരിക്കുന്നു, മീഡിയ സഹകരിക്കുന്നു. ഇതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയോ നിങ്ങൾ. ഈ പറഞ്ഞ സംഭവം കൊണ്ടൊന്നും ആകുന്നില്ലെങ്കിൽ അത് ഭയങ്കര നാണക്കേടാണ്. ഇത് ഈ സ്ത്രീകളാവട്ടെ ആരും ആയിക്കട്ടെ പരാതിപ്പെട്ടേക്കുന്നത് ഇവിടെ എവിടെയെങ്കിലും നടന്ന എവിടെയെങ്കിലും പോയിരുന്നോണ്ട് ഏതെങ്കിലും കലിങ്ങലൊക്കെ ഇരുന്ന് പറഞ്ഞ കഥയൊന്നുമല്ല ഇത്. എല്ലാവരും ശക്തമായ ഇടങ്ങളിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. അപ്പൊ ഈ സാധാരണക്കാരൻ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ പോലെ മാതാപിതാക്കൾ എന്ത് ചെയ്യണം? അവരുടെ പെൺകുട്ടികൾ ഈ നാട്ടിൽ സേഫ് അല്ല എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് ഇതിന്റെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതിൽ ആർക്കാണ് നാണക്കേടെന്ന് ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ? എന്താണ് നിയമം? എനിക്കറിയാൻ വേണ്ടിയിരിക്കും നിയമം എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുക, യാതൊരു നടപടി എടുക്കാതെ എല്ലാവരും കൂടെ കഥ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണോ നിയമം? എന്താണ് നിയമപാലകർ ചെയ്യുന്നത്? ഇനിയും നടന്നാലും ഇതുപോലെ കഥ വരുമ്പോൾ കേട്ടോണ്ടിരിക്കുവോ? കുറ്റവാളികൾ, വേട്ടക്കാരെന്ന് പറയുന്നവർ എവിടെ? ആരെങ്കിലും അറിയാവോ? ആർക്കെങ്കിലും? നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? ഇതൊരു ഏറ്റവും മോശപ്പെട്ട ഒരു മെസ്സേജ് ഇതുമായിട്ട് സംബന്ധിച്ച് കഴിഞ്ഞ 3 ദിവസമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ ഇനി ആർക്കും പറയാൻ പാടില്ല, പറയാൻ പേടിക്കും. ഇത്രയും പേര് പറഞ്ഞിട്ട് നടക്കാത്ത കാര്യങ്ങളിൽ ചെന്നിട്ട് ഈ സാധാരണക്കാർക്കൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇത് ആണുങ്ങളാന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വലിയ ഇതൊന്നും ആക്കണ്ട. നിങ്ങൾക്കൊക്കെ മക്കൾ കാണും കേട്ടോ. പെൺകുട്ടികളുള്ള എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കണം ഇവിടെ നടക്കുന്നത് എന്താണെന്ന്. പ്രതികരിക്കേണ്ട ആവശ്യമുണ്ട്. അല്ലാതെ ഇത് സിനിമാക്കാരും സിനിമാ നടികൾക്ക് മാത്രമാണെന്ന് വിചാരിക്കരുത്. അപ്പം ശരി.
എല്ലാവരോടും ഒന്ന് നോക്ക്. ഒരു 3-4 ദിവസം കൊണ്ട് സമയമുണ്ട്. പിന്നെ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീകൾ മുന്നോട്ട് വരുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്ന രീതിയിലാവരുത്. അത് ഈ കേരളത്തിലുള്ള മുഴുവൻ പെൺകുട്ടികൾക്ക് വേണ്ടിയായിരിക്കും. അത് മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കണം. അല്ലാതെ ഇങ്ങനെ ആവരുത്. ഇങ്ങനെ നിങ്ങളുടെ മുൻതലമുറ ആയതുകൊണ്ട് മാത്രം പീഡിപ്പിക്കപ്പെട്ടവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ വേദനിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എവിടെയാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ? എവിടെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ? എവിടെയാണ് നിങ്ങളുടെ ജീവിതം? ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദമുണ്ടല്ലോ. ഈ അടിമകളായി തന്നെ തുടരുന്നതാണെന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. സ്ത്രീ ശാക്തീകരണവും ഫെമിനിസവും എന്തൊക്കെ ബഹളമാണ് ഇവിടെ.